ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. തീർത്ഥാടകർ മല ചവിട്ടി തുടങ്ങി. പമ്പയിൽ നിന്ന് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗോകുൽ ചേരുകയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ്. വലിയ തിരക്കാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കെ പി, എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തിരക്ക് അഭൂതപൂർവം ആയിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നിപ്പോൾ നട തുറക്കുന്ന ആദ്യത്തെ ദിവസത്തിൽ തന്നെ പമ്പയിലും നിലയ്ക്കലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. തീർത്ഥാടകർ ഇവിടെ നിന്നും പമ്പയിൽ നിന്നും മല ചവിട്ടി തുടങ്ങി. ഇന്ന് 11:30 മണിയോട് കൂടിയിട്ടാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്നും കടത്തിവിട്ട് തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ തീർത്ഥാടകരൊക്കെ നമ്മളിപ്പോൾ പമ്പയിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകർ ഇവിടെ നിന്നും മല ചവിട്ടി തുടങ്ങുകയാണ്. 11:30 തീർത്ഥാടനം ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ടാവുക. എന്തായാലും ഇപ്പോൾ കയറുന്ന തീർത്ഥാടകരായിരിക്കും വൈകുന്നേരം ദർശനം നടത്തി മടക്കുന്നുണ്ടാവുക. ഒപ്പം വലിയ നിര, തീർത്ഥാടകരുടെ നിര പമ്പയിലെ ക്യൂ കോംപ്ലക്സുകളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. ഒപ്പം നിലയ്ക്കലും ഇത്തരത്തിൽ തീർത്ഥാടകരെ വലിയ രീതിയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം പമ്പയിൽ ഇത്തരത്തിൽ തീർത്ഥാടകർ നിറഞ്ഞതുകൊണ്ട് തന്നെ നിലയ്ക്കലിൽ നിന്നും KSRTC വാഹനങ്ങളടക്കം പമ്പയിലേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിലയ്ക്കലിൽ നിന്നും ആ ഒരു ഫ്ലോ തുടരുകയാണെങ്കിൽ പമ്പയിൽ തിരക്ക് നിയന്ത്രണാതീതമായി മാറുമെന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലൊരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പല തീർത്ഥാടകരും നിലയ്ക്കലിൽ ഇത്തരത്തിൽ ബസ് കിട്ടാതെ അല്ലെങ്കിൽ ബസ് പുറപ്പെടാതെ അവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തായാലും പമ്പയിൽ ഇപ്പോൾ കയറി തുടങ്ങുന്ന ഈ തീർത്ഥാടകരൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് ഇവിടെ എത്തി അത്രയും മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ദർശനത്തിനായിട്ട് അവരെ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം സന്നിധാനത്ത് ഈ തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിദിനം 90,000 തീർത്ഥാടകർക്കാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 70,000 പേർക്ക് വിർച്വൽ ക്യൂ മുഖേനയും ഒപ്പം 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് മുഖേനയും ഒരു ദിവസം ദർശനത്തിന് അനുമതിയുണ്ട്. പമ്പയെ കൂടാതെ നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തി തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്തിയും ദർശനത്തിനായിട്ട് അനുമതി നേടാവുന്നതാണ്. എന്തായാലും അങ്ങനെ 90,000 പേർക്ക് പ്രതിദിനം ദർശനം അനുവദിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ട് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി എന്ന് തന്നെ പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് 5 മണിയോടെയാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുക. ഇപ്പോൾ ഭക്തരെ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരത്തിലുള്ള കടത്തിവിടുന്നത്. ഒപ്പം ഭക്തരുടെ ആവശ്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് ഈ തുടക്കം മുതലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും കെ പി, എന്തായാലും ആ ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ കാണിച്ചത്. അതായത് തീർത്ഥാടകർക്കുള്ള യാത്രാ സൗകര്യമാണ്. നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരെ ഇങ്ങോട്ട് കടത്തിവിടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അവർ അവിടെ അനുഭവിക്കുന്നത്. കാരണം നല്ല പൊരി വെയിലാണ്, കനത്ത വെയിലാണ്. ആ വെയിലത്ത് കൊച്ചുകുട്ടികളടക്കമുള്ള തീർത്ഥാടകർ അവരെ ബസ് സ്റ്റാൻഡിൽ, ഒരു ഷെൽട്ടർ പോലും ഇല്ല ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്, അവിടെ വെയിൽ കൊണ്ട് നിലത്തൊക്കെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും അവരെ ഇനിയും അവിടെ നിന്നും കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് പോലും ലഭ്യമാകുന്ന വിവരം. എന്തായാലും പമ്പയിലെ തിരക്കൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നിലയ്ക്കലിൽ നിന്നും കൂടുതലായിട്ട് KSRTC വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വിടുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും KSRTCയിലും സമാനമായി തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ബസ്സിലും കുത്തി നിറച്ച് തന്നെ തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയും നമുക്ക് രാവിലെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അടക്കം ഒരു അപര്യാപ്തത ഇപ്പോഴും അത് മാറ്റാനായിട്ട് ദേവസ്വം ബോർഡിനോ അധികൃതർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ട് പറയേണ്ടിയിരിക്കുന്നത്. കാരണം പമ്പയിലായാലും നിലയ്ക്കലായാലും ഇത്തരത്തിൽ ആവശ്യത്തിന് ഷെൽട്ടറുകളില്ല. ഈ പമ്പ മണപ്പുറത്തൊക്കെ തന്നെ ഈ നല്ല കലത്ത വെയിലത്ത് തീർത്ഥാടകരൊക്കെ മണപ്പുറത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ആവശ്യത്തിന് അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള കേന്ദ്രങ്ങളില്ല. എന്തായാലും മല ചവിട്ടി തുടങ്ങുമ്പോൾ അവർക്ക് ക്യൂ കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഈ പമ്പ, നിലയ്ക്കൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പിടിച്ചിടുമ്പോഴാണ് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും ബാക്കി അന്നദാനം, അതോടൊപ്പം തന്നെ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിലും എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി മാത്രമേ, നാളെയാണ് വൃശ്ചികം 1, നാളെയോടുകൂടി മാത്രമേ ഈ ബാക്കി കാര്യങ്ങളൊക്കെ പൂർണ്ണതോതിൽ സജ്ജമാവുകയുള്ളൂ. ഇന്നെന്തായാലും അപര്യാപ്തതകൾ ഏറെ ഉണ്ട് എന്ന് ഇവിടെ നിന്ന് കാണുമ്പോഴും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും തീർത്ഥാടനത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമായിട്ടുണ്ട്. നൂറുകണക്കിന് തീർത്ഥാടകർ ഈ ഒരു ആദ്യത്തെ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ മല ചവിട്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ സന്നിധാനത്തടക്കം വലിയ തിരക്കിലേക്ക് മാറുമെന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ്, സൂചന തന്നെയാണ് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ അനുഭവപ്പെട്ടിരിക്കുന്ന ഈ വലിയ തിരക്ക്. തീർത്ഥാടന കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുക. ഇനി വലിയ രീതിയിലുള്ള തിരക്കാണ്
സന്നിധാനത്തേക്ക് അനുഭവപ്പെടുക. എന്നാൽ ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ദേവസ്വം ബോർഡ് അധികൃതർ ഒരുക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് മുന്നിലുള്ളത്. ഗൂഗിൾ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.